ലഹരി ഉപയോഗത്തെക്കുറിച്ച് രഹസ്യവിവരങ്ങൾ നൽകുന്നവരിലേറെയും വീട്ടമ്മമാരാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി വിൽപ്പന സംബന്ധിച്ച് വിവരം നൽകാനുള്ള പൊതുജനങ്ങളുടെ ഭയം മുൻകാലങ്ങളിലെ പോലെ ഇപ്പോൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നൽകാനുള്ള വീട്ടമ്മമാരുടെ ശ്രമങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. പോത്താനിക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് വിവരം നൽകുന്നത് ഭൂരിഭാഗവും വീട്ടമ്മമാരാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വീട്ടമ്മമാർ നൽകുന്ന രഹസ്യ വിവരങ്ങളെ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് പ്രതികളിലേക്ക് പോലീസിനെ നയിക്കുന്നത്. നൂറുകണക്കിന് പരാതികളാണ് ഇത്തരത്തിൽ വനിതകളിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നത്. ലഹരി വേട്ടയ്ക്ക് ഇത്തരത്തിൽ സഹായം നൽകുന്ന വനിതകളെ മന്ത്രി അനുമോദിച്ചു. മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് ലഹരി വിൽപ്പനക്കാരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് ലഹരി വിൽപ്പനക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് ഭയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭയവും നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരി വേട്ട വ്യാപകമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് നമ്മുടെ അമ്മമാരാണ്, സഹോദരിമാരാണ്. മെയിലുകളയക്കുകയും ഫോൺ വിളിക്കുകയും അതോടൊപ്പം തന്നെ വാട്സാപ്പിലുള്ള സന്ദേശം അയക്കുകയും ചെയ്യുന്നത് അമ്മമാരാണ്. നമ്മുടെ പല വീടുകളിലും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. പക്ഷെ അത് പുറത്തു പറയാൻ അവർ കഴിയില്ല. വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരാണ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കും. പോത്താനിക്കാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച ഹയർ സെക്കൻഡറി സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.